നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത നിരാശയാണ്. ന്യായമായ ഒരു പരിഗണന പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രംഗത്ത്. സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രത്തിന് തുല്യനീതിയില്ല എന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി. കണക്കുകളാണ് സംസാരിക്കുന്നത്, രാഷ്ട്രീയമല്ല. വയനാടിന് പാക്കേജ് ഒന്നും പറഞ്ഞില്ല, വിഴിഞ്ഞത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല, വിഴിഞ്ഞത്തിന് വേണ്ടി വകയിരുത്തൽ പോലും ഇല്ല. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ കേരളത്തിന് കഴിഞ്ഞ തവണ കിട്ടേണ്ടത് 73,000 കോടിയാണ്, പക്ഷെ കിട്ടിയത് 33,000 കോടി മാത്രമാണ്. സംസ്ഥാനങ്ങൾക്കുള്ള വീതം വയ്പിൽ വലിയ അന്തരമുണ്ട്. കേരളത്തിന് ഒരു പരിഗണനയും കിട്ടുന്നില്ല. വയനാടിനെയും വിഴിഞ്ഞത്തെയും അവഗണിച്ചത് ദുഃഖകരമാണ്. ഇതിൽ പ്രതിഷേധമുണ്ട്. കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ന്യായവില ഉറപ്പിക്കാൻ പോലും സംവിധാനമില്ല എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലുകളാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ബജറ്റിന് മുന്നോടിയായി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞതാണ് 24,000 കോടി രൂപയോളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മുഴുവൻ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, പക്ഷേ അതിൽ കുറച്ചെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും, മാത്രമല്ല വയനാടിന് പ്രത്യേക പാക്കേജ്, മാത്രമല്ല ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായുള്ള കുറച്ച് തുകയൊക്കെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ ഒന്നും പരിഗണിക്കപ്പെട്ടില്ല എന്ന് തന്നെ ഈ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി താല്പര്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും അല്ലാത്തവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന സ്വഭാവം കേന്ദ്ര സർക്കാർ തുടരുകയാണെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നാൽ മുണ്ടക്കൈ, ചൂരൽമല സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ ഒരു കാര്യത്തെപ്പറ്റിയും പറഞ്ഞിട്ടില്ല. നിക്ഷേപം, കയറ്റുമതി, വികസനം എന്നിവയെ പറ്റിയാണ് കേന്ദ്രമന്ത്രി ദീർഘമായി പറയുന്നത്. കഴിഞ്ഞ 2 ദശാബ്ദത്തിനുള്ളിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ കയറ്റുമതി പ്രോത്സാഹന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം. എന്നാൽ അതിനെപ്പറ്റി ഒരു പരാമർശവും ബജറ്റിലില്ല, പണവും നൽകിയിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു സ്ഥാപനവും കേരളത്തിൽ അനുവദിച്ചില്ല. കേരളത്തോടുള്ള ബജറ്റ് സമീപനം അങ്ങേയറ്റം നിരാശാജനകമാണ്. ഇത്തവണത്തെ കണക്കനുസരിച്ച് 14,000 കോടിയിലധികം കഴിഞ്ഞ തവണത്തേക്കാൾ അധികം കിട്ടേണ്ടതാണ്. എന്നാൽ 4,000 കോടി പോലും കിട്ടുമെന്ന് കരുതാനാവില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബീഹാറിനെയും ഡൽഹിയെയും പരിഗണിക്കുമ്പോൾ വയനാട് ഉരുൾപൊട്ടൽ പോലെയുള്ള സംഭവത്തിനും വിഴിഞ്ഞം പോലെയുള്ള പദ്ധതിക്കും പ്രത്യേക പരിഗണന നൽകേണ്ടതായിരുന്നു. അത് ഉണ്ടാകാതിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് വകവയ്ക്കാവുന്ന കാര്യം തന്നെയാണ്. പല കാര്യങ്ങളും കേരളം മുന്നിലാണ്, എന്നാൽ അതിനനുസരിച്ചുള്ള നേട്ടം സംസ്ഥാനത്തിന് കിട്ടുന്നില്ല. കേന്ദ്ര ബജറ്റിൽ പറയുന്ന പല കാര്യങ്ങളും കേരളം നടപ്പാക്കിയതാണ്. അതുകൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അനുവദിക്കുന്ന തുക കേരളത്തിന് കിട്ടില്ല. കാർഷിക മേഖലയിൽ സബ്സിഡി വെട്ടിച്ചുരുക്കിയത് തിരിച്ചടിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ തുകയിൽ ഒരു വർധനവും വരുത്തിയിട്ടില്ല. വിള ഇൻഷുറൻസ് തുകയും കുറച്ചെന്നും മന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. ബീഹാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പ് ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചതെന്ന് CPI MP സന്തോഷ് കുമാർ കുറ്റപ്പെടുത്തുകയുണ്ടായി. കേരളത്തെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബീഹാറിന്റെ പേര് പരാമർശിച്ചതിന്റെ 10-1 പോലും കേരളത്തെ കുറിച്ച് പരാമർശിച്ചില്ല. കേരളത്തിന്റെ ആവശ്യങ്ങളോടൊന്നും കാര്യമായ പ്രതികരണം കാണിച്ചില്ല എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റാണിത്. ബീഹാറിന് പ്രത്യേക മുൻഗണന നൽകി. കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ബജറ്റല്ല. ആദായ നികുതിയിൽ ഓരോ സർക്കാരും മാറ്റം വരുത്താറുണ്ട്. അക്കാര്യത്തിൽ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും MP പ്രതികരിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള അവഗണന തുടരുകയാണ്. പ്രസംഗത്തിൽ കേരളം എന്ന വാക്ക് ഒരിക്കൽ പോലും പറഞ്ഞില്ല. നവലിബറൽ സാമ്പത്തിക നയങ്ങളിൽ അവശേഷിക്കുന്നത് കൂടി എടുത്തു കളയുകയാണ് ചെയ്തതെന്നും MP പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും കേരളത്തിന് വലിയ രീതിയിലുള്ള തഴയലാണ് ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും വയനാടും വിഴിഞ്ഞവും ഒന്നും കേന്ദ്ര ബജറ്റിൽ പരാമർശിക്കുക പോലും ചെയ്യപ്പെട്ടില്ല എന്നതും ഏറ്റവും നിരാശാജനകം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.